കുട്ടികൾക്ക് വേണ്ടുന്ന എന്താണോ അത് തരിക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ എപ്പോഴും സൗജന്യ ഗൂഗിൾ മീറ്റ് വെബിനാറിൽ കണ്ടക്ട് ചെയ്യുന്നത്. കുട്ടികളുടെ മനസ്സിൽ രജിസ്റ്റർ ആയിട്ടുള്ള ജോലിയാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ അതിനുവേണ്ടി പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രസ്റ്റീജ് തന്നെയാണ്, അതുപോലെ നേടുക എന്നുള്ള പ്രസ്റ്റീജ് തന്നെയാണ്. അതെ, നമുക്ക് കഴിഞ്ഞ JCI കേരള ബാങ്കിന് ശേഷം നമ്മുടെ ഖാദി ബോർഡ് കഴിഞ്ഞു, പിന്നെ നമുക്ക് കേസ് കാർഡ് ബാങ്ക് കഴിഞ്ഞു. അപ്പോൾ ആ കുട്ടികളോട് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് അടുത്തായിട്ട് വരുന്ന അവസരം, അതായത് നമ്മുടെ സഹകരണ മേഖലയിൽ PSCയുടെ ഒരു സിലബസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന സിലബസാണ്. ഹൈ, നമസ്കാരം. വെൽക്കം ടു സഹകാരി റേസ് പ്ലസ്. സർ, സഹകരണ മേഖലയിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് 2026 ഒരുപാട് സന്തോഷങ്ങളുടെ എന്നാലൊരു ആശയങ്ങളുടെയൊക്കെ സമയമായിരുന്നു. ഇപ്പൊ ഏറ്റവും പുതിയ സന്തോഷം എന്നാൽ നമ്മുടെ PSC മേഖലയിൽ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷന്റെ സാധ്യത വരുന്നു അല്ലെ? അപ്പോൾ ഒരുപാട് FAQs ഉണ്ട്. നമുക്കിപ്പോൾ നിലവിൽ കേരള ബാങ്കിൽ അഡ്വൈസ് കഴിഞ്ഞ് അപ്പോയിന്റ്മെന്റ് ആയതോടുകൂടി ഒരുപാട് FAQs ഉണ്ട്. പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ കുട്ടികൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു അടുത്ത നോട്ടിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ JCIക്ക് വേണ്ടി പഠിക്കണോ? അപ്പോഴേ നമ്മൾ പറയുന്നൊരു കാര്യമാണ് മകളെ, ഇനി അടുത്ത് വരുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് അപ്പെക്സ് സൊസൈറ്റി ക്ലർക്ക് നോട്ടിഫിക്കേഷൻ ആണെന്ന് കൃത്യമായിട്ട് നമ്മൾ നേരത്തെ കൂട്ടി പറയുന്ന കാര്യമാണ്. അപ്പൊ അത് വന്നിരിക്കുന്നു. അപ്പൊ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. PSCയിലെ ഒരു നോട്ടിഫിക്കേഷൻ സഹകരണ മേഖലയിലെ ഉദ്യോഗാർത്ഥികൾ വളരെ കാത്തിരിക്കുകയായിരുന്നു JCIക്കും കേരള ബാങ്കിനും ശേഷം. അതെ, നമുക്ക് കഴിഞ്ഞ JCI കേരള ബാങ്കിന് ശേഷം നമ്മുടെ ഖാദി ബോർഡ് കഴിഞ്ഞു, പിന്നെ നമുക്ക് കേസ് കാർഡ് ബാങ്ക് കഴിഞ്ഞു. കഴിഞ്ഞ തവണ കേസ് കാർഡ് ബാങ്കിന്റെ കൂടെ ആയിരുന്നു നമ്മുടെ ഈ അപ്പെക്സ് സൊസൈറ്റി നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഹൗസ് ഫെഡ് ആവട്ടെ, മത്സ്യ ഫെഡ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കാണ് കൂടുതൽ വേക്കൻസികൾ നമുക്ക് ഈ ഒരു പരീക്ഷയിൽ വരുന്നത്. അപ്പോൾ അത് ഒരു സിനാറിയോ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനോടൊപ്പം നമ്മുടെ CSCBയിൽ വരുന്ന ഒരു വലിയ സന്തോഷ വാർത്തയുണ്ട്. CSCB മേഖലയിൽ ഒരു വലിയ സന്തോഷ വാർത്ത. സാർ, നമുക്കിപ്പം നിലവിൽ എത്രത്തോളം അഡ്വൈസുകളാണ് ഇപ്പൊ നിലവിൽ നമുക്ക് കേരള ബാങ്കിൽ നിയമിക്കപ്പെട്ടിരിക്കുന്നത്? സർ, കഴിഞ്ഞ ജൂണിൽ 414 പേർക്കാണ് കേരള ബാങ്കിൽ അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർക്ക് അപ്പോയിന്റ്മെന്റിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഇപ്പൊ 409 പേർക്ക് എന്താണ് ഇപ്പൊ അഡ്വൈസ് ലഭിച്ച് അവർ ആദ്യ ഒപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. അതൊരു വലിയ വേക്കൻസിയിലേക്ക് സന്തോഷ വാർത്ത. അതെ അതെ, വലിയ സന്തോഷ വാർത്തയാണത്. അപ്പോൾ നമുക്ക് ഈ ഒരു 400 ചില്ലുവാനം പേര് നമുക്ക് കേരള ബാങ്കിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനം അതിന്റെ പകുതിയിലേറെ പേര് നമ്മുടെ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം പകുതി ആൾക്കാർ സൊസൈറ്റി കാറ്റഗറി എന്നുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മുടെ ഓപ്പൺ കാറ്റഗറിയിൽ നേരത്തെ പഠിച്ച് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് അതിനുശേഷം CSCB വഴി ജോലി കയറിയായിരുന്നു. അപ്പൊ അവരും നമ്മുടെ ബാങ്കുകൾ വിട്ടത് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക് വിട്ട് കേരള ബാങ്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും വലിയ സന്തോഷം, ഇനി വരാൻ പോകുന്ന CSC നോട്ടിഫിക്കേഷൻ നോർമലി ഒരു 100-190 ഒക്കെ വരാറുണ്ട്. അതിന്റെ കൂട്ടത്തിൽ 10-200 ആഡായി വരും. അപ്പോൾ ഒരു 400ഓളം പേര് വരുന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് CSC മേഖലയിൽ അത്രത്തോളം വേക്കൻസികൾ പുതുതായി ജനറേറ്റ് ചെയ്യപ്പെടും. അതെ, അത്രയും വേക്കൻസികൾ നമുക്ക് ഈ വരുന്ന നോട്ടിഫിക്കേഷനിൽ പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം കഴിഞ്ഞില്ല, അതുപോലെ നമുക്ക് കേരള ബാങ്കിൽ പിന്നെയും വേക്കൻസികൾ തയ്യാറായിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ അഡ്വൈസ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് 136 വേക്കൻസി അന്ന് റിപ്പോർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അത് PSC റിപ്പോർട്ട് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ അടുത്ത വേക്കൻസികളുടെ കൂടുതൽ ഈ വർഷത്തെ റിട്ടയർമെന്റ് കൂട്ടിയിട്ടില്ല. അപ്പൊ അതെല്ലാം കൂടെ കൂടുമ്പോഴത്തേക്കും 200-ലധികം വേക്കൻസികൾ പിന്നെയും റിപ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട്. അതും നമുക്ക് എന്താണ് CSCB വഴിയുള്ള അടുത്ത ബൾക്കിന് കാരണമാകുന്നതാണ്. അപ്പൊ 2 ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഇപ്പൊ വന്നിരിക്കുന്നത്. സർ, അടുത്തതായി കുട്ടികൾ ചോദിക്കുന്ന ആശങ്ക എന്ന് പറഞ്ഞാൽ അടുത്ത JCI എക്സാമിനേഷൻ എന്നായിരിക്കാം? അടുത്ത കേരള ബാങ്ക് നമ്മുടെ കേരള ബാങ്കിന്റെ റിസൾട്ടിന്റെ സിഗ്നേച്ചറിന്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസും പോകുമ്പോൾ അതിന്റെ കമന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന ഇതാണ്: അടുത്ത JCI എന്നായിരിക്കും, അടുത്ത കേരള ബാങ്ക് എന്തായിരിക്കും, എങ്ങനെയാണ് അതിൽ പഠിക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നത് കൃത്യമായിട്ട് കുട്ടികളുടെ മനസ്സിൽ രജിസ്റ്റർ ആയിട്ടുള്ള ജോലിയാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പൊ അതിനുവേണ്ടി പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രസ്റ്റീജ് തന്നെയാണ്, അതുപോലെ നേടുക എന്നുള്ള പ്രസ്റ്റീജ് തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിലൊക്കെ അതിനുള്ള പരിശീലനമൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പോഴേ. എന്തായാലും നമുക്ക് ഈ വർഷം എന്തായാലും അങ്ങനെ നോട്ടിഫിക്കേഷൻ വരില്ല എന്നുള്ളൊരു ഉറപ്പാണ്. അതെ, 3 വർഷത്തെ കാലാവധി. അതെ, നമുക്ക് എന്തായാലും അടുത്ത വർഷം കഴിഞ്ഞിട്ട് അടുത്ത വർഷം അവസാനത്തോടെ ആയിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ അങ്ങനെ ചോദിക്കുന്നുണ്ട്. കാര്യം എന്ന് പറയുമ്പോൾ കുട്ടികളെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവർക്ക് ഓപ്പർച്യൂണിറ്റി അവർക്ക് എങ്ങനെയായാലും ഗ്രാബ് ചെയ്യാം. അതെ, അതിനുവേണ്ടി അത് ഗ്രാബ് ചെയ്താൽ മതി എന്നുള്ള ആഗ്രഹത്തിനാണ് ഇരിക്കുന്നത്. അപ്പൊ ആ കുട്ടികളോട് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് അടുത്തായിട്ട് വരുന്ന അവസരം, അതായത് നമ്മുടെ സഹകരണ മേഖലയിൽ PSCയുടെ ഒരു സിലബസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന സിലബസ് ആണ്. ഉദാഹരണം കേരള ബാങ്കിന്റെ സെയിം സിലബസ് ആയിരുന്നു, കേസ് കാർഡ് ബാങ്ക് സെയിം സിലബസ് ആയിരുന്നു, JCI സിലബസ് അല്ലേ? അതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് ഈ വരാൻ പോകുന്ന അപ്പെക്സ് സൊസൈറ്റി ക്ലർക്കിന്റെ സിലബസും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിലബസ് നിങ്ങൾക്ക് മുൻകൂട്ടി പഠിക്കാനുള്ള ഒരു അവസരം കൂടെ, അല്ലെങ്കിൽ അടുത്ത JCIയുടെ ഡ്രസ് റിഹേഴ്സൽ ആയിരിക്കും ഈ വരാൻ പോകുന്ന JCI. എന്തായാലും 2027 ലാസ്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷൻ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതായത് ഈ പരീക്ഷ കഴിയുമ്പോൾ അടുത്ത JCI നോട്ടിഫിക്കേഷൻ. അപ്പൊ നിങ്ങൾ അതിന് സമ്പൂർണ്ണമായിട്ട് റെഡി ആയിരിക്കും ചെയ്യും. പ്ലസ് നിങ്ങൾ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും ചെയ്യും.
അതായിരിക്കും നമുക്ക് വരുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, വ്യക്തിയുടെ അഭിപ്രായം എന്ന് പറയുമ്പോഴത്തേക്കും, മക്കളെ നിങ്ങൾ കേരള ബാങ്ക് JCIക്ക് വേണ്ടി ഇപ്പോഴേ നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടാം, പക്ഷെ അവിടെ എന്ത് വെച്ച് മുമ്പ് വെച്ച് കഷ്ടപ്പെടണം, ഏറ്റവും അടുത്ത് വരുന്ന ഓപ്പർച്യൂണിറ്റി നമ്മൾ മുന്നിൽ കണ്ട് കഷ്ടപ്പെടണം. അത് അപ്പെക്സ് സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നതിനോടൊപ്പം നമ്മൾ എന്താണ് JCI കേരള ബാങ്ക് എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് കൂടി നീങ്ങണം അല്ലേ? അതെ അതെ അതെ. അപ്പൊ അതായത് നമുക്കിപ്പോ ഇപ്പോഴേ നമ്മൾ JCI എന്നൊക്കെ പറയുന്ന പലരും എന്ന് പറയുമ്പോഴത്തേക്കും അറിവില്ലായ്മ കൊണ്ടാണ്. നമുക്ക് ഈ മേഖലയിലുള്ള ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പലർക്കും അറിവില്ലായ്മയാണ്. അതുപോലെ ചില കുട്ടികളുടെ അറിവില്ലായ്മ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഈ മേഖലയുള്ള ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഉള്ള കുട്ടികൾക്ക് അറിവില്ലായ്മ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ക്ലാരിറ്റി സഹകാരി നിങ്ങൾക്ക് തരുന്നത്. അടുത്ത നോട്ടിഫിക്കേഷൻ കേരള PSC വഴിയുള്ളത് നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അത് നമ്മുടെ അപ്പെക്സ് സൊസൈറ്റി ക്ലർക്കാണ്. അപ്പൊ അത് കഴിയുമ്പോൾ നിങ്ങൾ JCIക്കും കേരള ബാങ്ക് റെഡി ആയിരിക്കും. കഴിഞ്ഞ JCI കേരള ബാങ്ക് റാങ്ക് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കുട്ടികളുടെ ഒരു ഡോമിനൻസ് എത്രത്തോളാണ്. മൂന്നിൽ രണ്ട് മാത്രമല്ല, എല്ലാ ഒന്നാം റാങ്കുകളാണ് നമ്മുടെ കുട്ടികൾ അത് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ കേരഫഡ് അപ്പെക്സ് സൊസൈറ്റി നിങ്ങൾ 2023 വിളിച്ച പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പൊ ഈ വരാൻ പോകുന്ന അപ്പെക്സ് സൊസൈറ്റി നമ്മുടെ കുട്ടികൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. മാത്രമല്ല KS കാർഡ് ബാങ്ക് അസിസ്റ്റന്റ് റിസൾട്ട് വന്നിരിക്കുന്നു, ഷോർട്ട് ലിസ്റ്റ്. അതുപോലെ ഖാദി ബോർഡ് JCI ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതൊരു കോൺഫിഡൻസ് ആണ്. അതിന്റെ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും സഹകാരി വന്ന് പഠിക്കുന്ന കുട്ടികൾ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. മാത്രമല്ല നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കണ്ടന്റ് ആവട്ടെ, സർവീസ് ആവട്ടെ, അത്രയും ടോപ്പ് മോസ്റ്റ് ആണ്. അപ്പോൾ അതിനകത്ത് എല്ലാവർക്കും പങ്കുണ്ട്. ഇനിയും അത് ആവർത്തിക്കപ്പെടും. സഹകരണ മേഖലയിൽ റിസൾട്ടിന്റെ ടൈക്കൂൺ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയ്ക്ക് നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലേ? കുട്ടികളോട് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി എല്ലാം നമ്മൾ മീറ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഉറപ്പായിട്ട് ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൃത്യമായ അറിവ് തരിക എന്നുള്ളതാണ്. കുട്ടികൾക്ക് വേണ്ടുന്ന എന്താണോ അത് തരിക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ എപ്പോഴും സൗജന്യ ഗൂഗിൾ മീറ്റ് വെബിനാറിൽ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി വരുന്ന ഓപ്പർച്യൂണിറ്റികൾ ഒന്നും നിങ്ങൾ എങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്ത് നമ്മുടെ എന്താ പറയാ ഒരു അറിവില്ലായ്മ അങ്ങോട്ട് സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഗൂഗിൾ മീറ്റിലൂടെ നേരിട്ട് കാണാം. സാർ, അപ്പൊ ഇത്രത്തോളം അവസരങ്ങളുണ്ട്. അപ്പൊ CCBയിൽ അവസരങ്ങളുണ്ട്, PSC അവസരങ്ങൾ കൺമുമ്പ് വന്നിരിക്കുന്നു. ഇപ്പൊ എങ്ങനെയാണ് കുട്ടികൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത് ആസ് ഓഫ് നൗ? ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും പല കുട്ടികളുടെ മനസ്സിൽ തോന്നാത്തൊരു ചോദ്യമാണ്. പക്ഷെ ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ BCom കോർപ്പറേഷൻ കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളൊക്കെ JCI എന്ന് പറയുമ്പോഴത്തേക്ക് ചാടി അങ്ങ് വീഴും. അപ്പൊ അത് എന്ന് വരുമെന്നോ ഒന്നും ചിന്തിക്കില്ല. അപ്പോഴത്തേക്ക് ഒന്ന് നിങ്ങൾക്ക് വെബിനാറിൽ ഇത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. എന്നാലും എന്താണ് ഈ ഒരു സിറ്റുവേഷൻ എന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് പെട്ടെന്നൊരു ജോലി വേണമെന്ന് വെച്ചോ, പെട്ടെന്നൊരു ജോലി വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് നമുക്കൊരു LDCയെക്കാളും കൂടുതൽ 10,000 രൂപ കൂടുതൽ ശമ്പളം കിട്ടുന്ന ഒരു ജോലി, നമുക്ക് ഒരു സർക്കാർ ജോലി ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി 250% CSEB ആണ്. ഒരു സംശയ കാര്യത്തിലുണ്ട്, CSEB തന്നെയാണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇത്രയും പറഞ്ഞ വേക്കൻസികൾ വരുന്നു. ഇതില്ലെങ്കിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ കേരള ബാങ്ക് അഡ്വൈസ് ഇല്ലെങ്കിൽ തന്നെ ഒരു വർഷം 10-600 വേക്കൻസികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ചില കുട്ടികൾക്ക് നമുക്ക് ഈ CSEB അല്ല, ഈ PSC വഴി തന്നെ വേണം, അല്ലെങ്കിൽ PSC വഴി ജോലി വേണം, അങ്ങനെ ഉള്ള ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് JCIക്ക് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമുക്ക് CSEB വേണ്ടാന്ന്, അല്ലെങ്കിൽ CSEB കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണ്ടാന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ആദ്യം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാന്നുള്ളതാണ്. മനസ്സിലാക്കിയിട്ടാണ് എന്ത് വേണം എന്ത് വേണ്ട ചിന്തിക്കേണ്ടത്. പെട്ടെന്നൊരു ജോലി വേണമെങ്കിൽ CSEB ആണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഒരു ലോങ് ടേമിൽ ഇത്തരത്തിൽ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉറപ്പായിട്ടും അപ്പെക്സിലേക്ക് തന്നെ പഠിച്ചു തുടങ്ങാം എന്നുള്ളതാണ് നമ്മുടെ പറയാനുള്ള സജഷൻ. അപ്പോൾ എന്തായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വെബിനാറിൽ പറയാം. ഓക്കെ, വെബിനാറിൽ നമുക്ക് ഉറപ്പായിട്ട് നേരിട്ട് കാണാൻ ഞാൻ ഉണ്ടാവും. നിങ്ങൾ താഴെ ഒരു നമ്പർ കൊടുത്തേക്കും. ആ നമ്പറിൽ കൃത്യമായിട്ട് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങളുടെ പേരും സ്ഥലവും അതിനോടൊപ്പം ഒന്നുകിൽ CSEB ആണ് നോക്കണമെങ്കിൽ CSEB എന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ അപ്പെക്സ് LD ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ അപ്പെക്സ് സൊസൈറ്റി ക്ലർക്ക് എന്നോ അപ്പെക്സ് LD എന്നോ മെൻഷൻ ചെയ്താൽ മതി. ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം നമുക്ക് സമ്മതിക്കാം കേട്ടോ, നമ്മുടെ ഗ്രൂപ്പിൽ സമ്മതിക്കാം. അതിനോടൊപ്പം മെൻറ്റേഴ്സ് മീറ്റ് എല്ലാ പ്രോഗ്രാമും ഉണ്ടായിരിക്കും. പ്രോഗ്രാംസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ ഉള്ള പ്രോഗ്രാംസാണ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരിട്ട് കാണാം. ഇനി ഒരുപാട് സക്സസ് സ്റ്റോറീസ് നിങ്ങൾ കാണുന്നുണ്ട്. സക്സസ് സ്റ്റോറീസ് കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ളത്, നിങ്ങൾ രാവിലെ ഒരെണ്ണം വെച്ച് കാണാൻ വേണ്ടിയിട്ട് ഒരു 2-3 വർഷം, അതെ 2-3 വർഷം സ്ഥിരമായിട്ട് ഓരോന്ന് കാണാനുള്ള സാധനം ഇപ്പൊ തന്നെ ഉണ്ട്. അല്ല, നമ്മളെ കമന്റിൽ വരുന്നുണ്ട്, അടുത്തതായി ശ്യാം സാർ എന്റെ വീട്ടിൽ സക്സസ് സ്റ്റോറി എടുക്കാൻ വരും എന്ന് കമന്റ് ഇടുന്ന കുട്ടികളുണ്ട്. ഓക്കെ, ഞാനല്ലെങ്കിൽ വേറൊരാളോ. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് പ്രതിനിധിച്ച് ആരെങ്കിലും വരും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ സന്തോഷം കാണാനായിട്ട്. ആ ദിവസത്തെ നമ്മൾ സ്വപ്നം കാണാം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസ തരികയാണ്. അടുത്ത PSC റാങ്ക് ലിസ്റ്റ് തൂക്കാൻ വേണ്ടി റെഡിയാവുക. ഓക്കെ, താങ്ക് യു.